ദ ജേർണലിസ്റ്റിലേക്ക് അങ്ങനെ ആരംഭിച്ച് 24 മണിക്കൂർ തികയും മുമ്പ് ആരോഗ്യമന്ത്രിക്ക് നേരെ KSU പ്രവർത്തകരുടെ വധശ്രമം എന്ന നാടകം അടപടലം പൊളിഞ്ഞിരിക്കുകയാണ്. വധശ്രമം എന്ന് പറയാനുള്ള ഒന്നും തന്നെ പ്രതിഷേധിച്ച KSU പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന് പുറത്തു വന്ന മുഴുവൻ ദൃശ്യങ്ങളും തെളിയിക്കുമ്പോഴും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും MV ജയരാജനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ അടങ്ങുന്ന CPM നേതൃത്വം ഇപ്പോഴും ആരോഗ്യമന്ത്രിയായ സ്ത്രീയെ KSU പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ്സുകാർ VD സതീശന്റെ നിർദ്ദേശപ്രകാരം കഴുത്തിന് പിടിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന കഥ പാടി നടക്കുകയാണ്. CPMന് വേണ്ടി വിടുപണി ചെയ്യുന്നു എന്ന് പൊതുജനങ്ങൾ ആരോപിക്കുന്ന റിപ്പോർട്ടർ ചാനൽ പോലും, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായ ഡോക്ടർ അരുൺകുമാർ പോലും ഇന്നലെ രാത്രി വ്യക്തമാക്കുകയുണ്ടായി, അങ്ങനെയൊരു ദൃശ്യം ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല എന്ന്. അതായത് KSUക്കാർ ഏതെങ്കിലും തരത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കഴുത്ത് പിടിച്ച് തിരിക്കുകയോ കഴുത്തിന് പിടിച്ച് തള്ളുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ICUയിൽ കിടന്ന് ഗുരുതരാവസ്ഥയിലാണെന്ന് പറയപ്പെടുന്ന ആ പരാതിക്ക് കാരണമായ ആക്രമണം നടത്തുകയോ ചെയ്യുന്നതിൻ്റെ ഒരു തരത്തിലുള്ള ദൃശ്യങ്ങളും ഇതുവരെ ലഭ്യമായിട്ടില്ല എന്ന് ഡോക്ടർ അരുൺകുമാർ സ്ഥിരീകരിക്കുന്നു. ഇന്ന് RPFന്റെ ഭാഗത്ത് നിന്ന് വന്ന ഏറ്റവും പുതിയ പ്രതികരണം, RPFന്റെ CCTV ദൃശ്യങ്ങളിൽ എവിടെയും മന്ത്രിയെ ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇല്ല എന്നാണ്. അതായത് അവരുടെ പക്കലുള്ള CCTV ദൃശ്യങ്ങൾ മുഴുവനും അവർ പരിശോധിച്ചു. പോലീസ് ആ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടു. പക്ഷേ ആ ദൃശ്യങ്ങളിൽ എവിടെയും കോൺഗ്രസ്സുകാർ, അതായത് പ്രതിഷേധിച്ച KSU പ്രവർത്തകർ ഏതെങ്കിലും തരത്തിൽ ആരോഗ്യമന്ത്രിയെ ആക്രമിക്കുകയോ പരിക്കേൽപ്പിക്കുകയോ ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളില്ല എന്ന് വ്യക്തമാവുകയാണ്. ഇതോടുകൂടി CPM ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മന്ത്രിക്ക് നേരെ വധശ്രമം എന്ന കഥ അത് നിലനിൽക്കുന്നതല്ല എന്ന് കേരളത്തിലെ പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ കൈരളി TVയും CPM കേന്ദ്രങ്ങളും ചില വ്യക്തതയില്ലാത്ത ദൃശ്യങ്ങൾ സൂം ചെയ്തും എഡിറ്റ് ചെയ്തും ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ ദൃശ്യങ്ങളിൽ ഒരു കറുത്ത നിറം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതായി കാണുന്നുണ്ട് മന്ത്രിയുടെ അടുത്ത്. അത് KSUക്കാരുടെ കരിങ്കൊടിയാണ് എന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. പക്ഷെ അതിനുള്ള മറുപടി കോൺഗ്രസ് തന്നെ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറത്തുവിട്ട് കഴിഞ്ഞു. നോക്കുക ആ പോസ്റ്റ്, അതിലൊരു ഫോട്ടോയുണ്ട്. ആരോഗ്യമന്ത്രിയുടെ അടുത്ത് ഒരു കറുത്ത ഡ്രസ്സിട്ട ആൾ നിൽക്കുന്ന ഫോട്ടോയുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടി അതാ കൊടുത്തിരിക്കുന്നു. ആക്രമിക്കുന്ന വീഡിയോ ഇവിടെ എന്ന ചോദ്യത്തിനൊടുവിൽ CPM ഒരു വീഡിയോ തപ്പി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. മന്ത്രിയുടെ അടുത്തൊരു കറുത്ത വസ്ത്രം ധരിച്ചയാളെ കാണുന്നുണ്ട് പോലും. അത് KSUക്കാരാണെന്ന്. വീണ്ടും നാടകം പൊളിയുകയാണല്ലോ സഖാക്കളെ. മന്ത്രിയുടെ അടുത്ത് നിൽക്കുന്ന ആ കറുത്ത വസ്ത്രം ധരിച്ച വ്യക്തി മന്ത്രിയുടെ ഗൺമാൻ ആണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. മന്ത്രിയുടെ തൊട്ടടുത്ത് നിൽക്കുക എന്നതാണല്ലോ ഗൺമാൻ്റെ ഡ്യൂട്ടി. ഇനി ഗൺമാൻ അല്ല, ഗൺമാൻ 1.5 കിലോമീറ്റർ ദൂരത്തായിരുന്നു എന്ന് പറയാനാണെങ്കിൽ CPMകാരനായ അയാളെ പുറത്താക്കുകയല്ലേ വേണ്ടത്? ജോലിയോട് ആത്മാർത്ഥതയില്ലാത്ത സഖാവ്. കേരളം സത്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു കൈ അകലത്ത് പോലും KSUക്കാർ എത്തിയിട്ടില്ലെന്നും 19 പോലീസുകാരാൽ അവർ തടയപ്പെട്ടെന്നും എല്ലാവർക്കും മനസ്സിലായി. ഇനിയെങ്കിലും ഈ നാടകം അവസാനിപ്പിക്കുക. റെയിൽവേ സ്റ്റേഷൻ CCTVയിൽ ആക്രമിക്കുന്ന ദൃശ്യങ്ങളില്ല. സ്കാൻ റിപ്പോർട്ടിൽ ഗുരുതര പരിക്കുമില്ല. സംഭവശേഷം 1-ാം പ്ലാറ്റ്ഫോമിൽ നിന്ന് 3-ാം പ്ലാറ്റ്ഫോമിലേക്ക് ചിരിച്ചു കളിച്ച് നടന്നുപോയ ആൾ ഫോണിൽ സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുത്തപ്പോൾ രോഗിയായി മാറിയ മാജിക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഡ്രാമയ്ക്ക് കുമ്മോജി നിറയുന്നത്. അപ്പോൾ നടക്കട്ടെ. കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ പറ്റി ഹോസ്പിറ്റലിൻ്റെ പുറത്തു നിന്ന് പഠനം നടത്തിയ മന്ത്രിക്ക് അകത്ത് ICUവിൽ സുഖവാസം നടത്തി കാര്യങ്ങൾ പഠിക്കാൻ പറ്റട്ടെ എന്നാണ് ഒരു പോസ്റ്റിൽ പറയുന്നത്. നോക്കുക, ഇതിനെ കോൺഗ്രസ്സുകാർ കാണുന്നത് ഇങ്ങനെയാണ്. CPM എത്ര രൂക്ഷമായ ആക്രമണങ്ങൾ നടത്തിയാലും ഒരു വനിതാ മന്ത്രിയെ, ഒരു വനിതയെ പുരുഷന്മാർ വളഞ്ഞിട്ട് ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ആ നിലയിലുള്ള ഒരു പ്രതിഷേധം കൂടി ഉയർത്തിക്കൊണ്ടുവരാനൊക്കെ CPM ശ്രമിക്കുമ്പോഴും കോൺഗ്രസ് ഇതിനെ ഈ രീതിയിൽ തന്നെയാണ് കാണുന്നത്. K സുധാകരനായിക്കൊള്ളട്ടെ, VD സതീശനായിക്കൊള്ളട്ടെ, K മുരളീധരൻ അടക്കമുള്ള കോൺഗ്രസിന്റെ സകലമാന നേതാക്കളും ഇതിൽ ഒരൊറ്റ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇത് വ്യാജ കഥയാണ്, വ്യാജ നിർമ്മിതിയാണ്, ഒരു തരത്തിലുള്ള ആക്രമണവും ഉണ്ടായിട്ടില്ല എന്നവർ തീർത്തു പറയുകയാണ്. അതുപോലെ KSUവിൻ്റെ സംസ്ഥാന നേതാക്കളും യൂത്ത് കോൺഗ്രസ് നേതാക്കളും ഒക്കെ ഈ വിഷയത്തിൽ വ്യക്തമായ പ്രതികരണങ്ങൾ നടത്തുന്നു. അതായത് CPMന്റെ കടന്നാക്രമണങ്ങളിൽ സാധാരണ പതറിപ്പോകുന്ന ചില സാഹചര്യങ്ങൾ കോൺഗ്രസിനോ യൂത്ത് കോൺഗ്രസിനൊക്കെ ഉണ്ടായിട്ടുണ്ട് മുമ്പ്. എങ്കിൽ ഇത്തവണ കോൺഗ്രസ് ഒറ്റക്കെട്ടായി, UDF ഒറ്റക്കെട്ടായി ഈ വിഷയത്തെ ഒരു നാടകം എന്ന നിലയിൽ തന്നെ ജനങ്ങൾക്കിടയിലേക്ക് അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അത് CPM ഈ വിഷയത്തിലൂടെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു രക്തസാക്ഷി പരിവേഷം അത് തിരിച്ചടിക്കുകയും ഒരു നാടക നടിയായി
വീണ ജോർജിനെ ജനങ്ങൾ കാണുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. പണ്ട് മോണോ ആക്ടിൽ 1ാം സമ്മാനം നേടിയ വീണ ജോർജ് വീണ്ടും അഭിനയവുമായി വന്നിരിക്കുകയാണ് എന്നൊക്കെയാണ് പല പ്രൊഫൈലുകളും പറയുന്നത്. ഇപ്പോൾ നോക്കുക, മധു ആർ രാമൻ എന്നയാൾ എഴുതിയിട്ടിരിക്കുന്ന ഒരു പോസ്റ്റ്, ഒരു ചിത്രം, അമ്മച്ചി കഴുത്ത് എന്നിട്ടാണോ വിജയ 5 പേരെ അറസ്റ്റ് ചെയ്തത്? ഇതിൽ കൂടുതൽ തെളിവ് വേണോ? ഇതുപോലെ അഹങ്കാരം മൂത്ത ആരോഗ്യം അമ്മച്ചിക്ക് കിട്ടേണ്ടത് നല്ല ബേഷായി തന്നെ മുഖ്യന്റെ പോലീസ് തന്നെ നൈസായിട്ട് പണി കൊടുത്തത് കണ്ടോ? കാൽമുട്ടിന് ചികിത്സയ്ക്ക് വന്ന യുവാവിന്റെ 2 കണ്ണിന്റെ കാഴ്ച പോയതൊന്നും ആരും മറക്കില്ല മന്ത്രി എന്ന് പറഞ്ഞിട്ടാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതായത് വീണ ജോർജിനടുത്ത് ഒരു പോലീസുകാരി, CIO SIO റാങ്കിലുള്ള ഒരു പോലീസുകാരി വീണ ജോർജിനെ പിടിച്ച് തള്ളുകയും വീണ ജോർജ് ഈ KSUക്കാരോട് അങ്ങോട്ട് ആക്രോശിക്കാൻ പോയപ്പോൾ പിടിച്ചു വലിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ദൃശ്യങ്ങളുണ്ട്. ഒരുപക്ഷെ ആ സമയത്തായിരിക്കാം മന്ത്രിക്ക് പരിക്കേറ്റത്. മന്ത്രിക്ക് പരിക്കേറ്റു എന്ന് ആശുപത്രി രേഖകളിൽ ഉണ്ടെങ്കിൽ തന്നെ ആ പരിക്ക് പറ്റിയത് പോലീസുകാർ നടത്തിയ പിടിവലിയിലായിരിക്കാനാണ് സാധ്യത. എന്ന് മാത്രമല്ല, മന്ത്രിയുടെ അടുത്തുകൂടി ഒരു കറുത്ത തുണി ഇങ്ങനെ നീങ്ങുന്നതിൻ്റെ ഒരു ദൃശ്യവും പ്രചരിക്കുന്നുണ്ട്. അതിന് പിന്നിൽ KSUക്കാരാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ആ ദൃശ്യത്തിലുള്ളതും ഗൺമാൻ, ഓടി വന്ന ഗൺമാനാണ് എന്ന് പിന്നീട് തെളിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇനി മറ്റൊരു പോസ്റ്റ് നോക്കുക, ആശ ലോറൻസിൻ്റേത്. പെയിൻ ക്യാൻ ബി പ്രിറ്റൻഡഡ്. വീഡിയോയിൽ വീണ ജോർജിന്റെ ശരീരത്തെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അത് പോലീസ് മാത്രമായിരിക്കും. പ്രതിഷേധക്കാരെ പോലീസ് ലോക്ക് ചെയ്തു കഴിഞ്ഞു. വീണ ജോർജിനെ സുരക്ഷാ സർക്കിളിൽ ലോക്ക് ചെയ്തു. അനന്തരം വീണ ജോർജ് വനിതാ പോലീസിനോട് തട്ടിക്കയറുന്നു. പ്രതിഷേധക്കാരുടെ അടുത്തേക്ക് വിടാത്തതിൽ ശക്തമായി പ്രതിഷേധിക്കുന്നു. വനിതാ പോലീസ് അപേക്ഷിക്കുന്നു, കെഞ്ചുന്നു. വീണ ജോർജ് സുരക്ഷാ വലയം ഭേദിച്ച് ആക്രോശിക്കുന്നു. ഇവിടെ എവിടെയും പ്രതിഷേധക്കാർ വീണ ജോർജിനെ തൊട്ടതായി കാണുന്നില്ല. അടുത്തുപോലും പ്രതിഷേധക്കാർ എത്തിയില്ല. പിന്നെ കാണുന്നത് ഷംസീറിന്റെ നിർദ്ദേശങ്ങളാണ്. എല്ലാം മിത്ത്. സർക്കാർ ഡോക്ടർമാരിൽ യാതൊരു മനസാക്ഷിയുമില്ലാതെ ഫേക്ക് മെഡിക്കൽ റിപ്പോർട്ട് കൊടുക്കുന്നവരുണ്ട്. ഇനി KSUക്കാരോടാണ്. പഠിക്കാൻ വിടുന്നത് മാതാപിതാക്കളാണ്. അവരുടെ ആകുലതയും വേദനയുമാണ് വലുത്, മറക്കരുത്. ഇത്രയും നാൾ വളർത്തി വലുതാക്കിയത് അവരാണ്, മറക്കരുത്. കേസായി കോടതിയായി കയറിയിറങ്ങി വർഷങ്ങൾ കഴിയുമ്പോൾ ആരോഗ്യം, കാശ്, ജോലി സാധ്യത എല്ലാം കൈവിട്ടു പോയിരിക്കും, മറക്കണ്ട. വീണ ജോർജിന് നഷ്ടപ്പെടാനൊന്നുമില്ല. നേടിക്കഴിഞ്ഞു നേടേണ്ടതെല്ലാം. വിദേശ യാത്രകളും വാനിറ്റി ബാഗും എല്ലാം മറക്കണ്ട. നേതാക്കൾ നിങ്ങളെ എത്ര നാൾ കാക്കും? ആദ്യമൊക്കെ ആവേശം, പിന്തുണയുണ്ടാകും. പോകെ പോകെ അവർക്ക് ശല്യം എന്നൊക്കെ തോന്നി തുടങ്ങും, മറക്കരുത്. കത്രിക വയറ്റിൽ കിടന്ന് വിഷമിച്ചവർ പോലും നിങ്ങളെ ഓർക്കില്ല, മറക്കണ്ട. അന്നും കണ്ടു നിറയുന്നത് അമ്മയ്ക്കായിരിക്കും, മറക്കണ്ട. അച്ഛൻ നിർവികാരതയിലേക്ക് പോകും, മറക്കണ്ട. ജീവിതം നിങ്ങളുടേതാണ്, നിങ്ങളുടേത് മാത്രം. പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, പഠിക്കാൻ പോയാൽ പഠിക്കണം, അതും മറക്കരുത്. അഭിനയം കുറേ നാളായി കാണുന്നു, തുടരണമോ 2026 എന്ന് ജനങ്ങൾ തീരുമാനിക്കുക. പെയിൻ ക്യാൻ ബി പ്രിറ്റൻഡഡ്. ഗവൺമെന്റ് സർവീസിലെ ചില ഡോക്ടേഴ്സ് കോടതിയിൽ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് പ്രതികളെ രക്ഷപ്പെടുത്താൻ. പക്ഷെ തരം പോലെ അതിന് സ്വാധീനം മസ്റ്റ്. ആർക്കാണോ ഗുണം ചെയ്യുന്നത് അവർ ഡോക്ടർക്കും ഗുണം ചെയ്യുന്നവർ ആയിരിക്കും. ഇതിപ്പോൾ ആരാ പെയിൻ ക്യാൻ ബി പ്രിറ്റൻഡഡ് എന്ന് എഴുതുമോ? പറ്റില്ലല്ലോ, എഴുതിയാൽ ജോലി എന്നാണ് പറയുന്നത്. അതായത് മന്ത്രി വീണ ജോർജ് ഒരു കപട നാടകം കളിക്കുകയായിരുന്നു. അത് പോലീസിന്റെ കൈകൊണ്ടാണ് വീണ ജോർജിന് പരിക്ക് പറ്റിയത് എന്നെല്ലാമാണ് ഇതിലെ വാദങ്ങൾ. ഇനി SS ലാൽ എഴുതിയിരിക്കുന്ന ഒരു പോസ്റ്റ് നോക്കുക. മന്ത്രിക്ക് സൗഖ്യം നേരുന്നു. UDFിന്റെ പുതുയുഗ യാത്ര CPMനെ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. LDF നടത്തിയ യാത്ര പൊളിഞ്ഞു പാളീസായി. അതിന്റെ സങ്കടവും അവർക്കുണ്ട്. അതുകൊണ്ടാണ് തിരുവനന്തപുരത്തെ പുതുയുഗ യാത്രയുടെ സ്വാഗത സംഘം ഓഫീസ് ഇന്ന് CPM ആക്രമിച്ചത്. കേരളം മുഴുവൻ CPM ആക്രമണം നടത്തുകയാണ്. അവർക്കറിയാവുന്ന ഏക രാഷ്ട്രീയം അക്രമമാണ്. സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്ന KSUക്കാർ ശ്രദ്ധിക്കണം. ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന CPM ആണ് അപ്പുറത്ത്. ലോകത്താരും പറയാത്ത കള്ളം പറയുന്ന സംഘമാണ് CPM. അതിനാൽ മന്ത്രിമാർ നിൽക്കുന്ന ഭാഗത്തേക്കൊന്നും വിദ്യാർത്ഥികൾ പോകരുത്. വനിതാ മന്ത്രിമാർക്കെതിരെയുള്ള പ്രതിഷേധങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം. വനിതകൾക്ക് നമ്മൾ കൊടുക്കുന്ന ബഹുമാനം നമുക്കറിയാം. പക്ഷേ CPM നമുക്കെതിരെ കള്ളം പറഞ്ഞാൽ പലരും വിശ്വസിക്കും. പെൺകുട്ടികളുടെ വയറ്റിൽ ചവിട്ടുന്ന SFI നേതാവായിരിക്കും നമുക്കെതിരെ ആദ്യത്തെ നുണ പറയുന്നത്. കരിങ്കൊടി കാണിക്കുകയാണെങ്കിൽ അകലെ നിന്ന് കാണിക്കുക. മന്ത്രി നിൽക്കുന്ന പ്രദേശത്തേക്ക് പോകരുത്. വിദ്യാഭ്യാസ കാലത്ത്, രാഷ്ട്രീയത്തിലോ ചെറുപ്പകാലത്ത് സമരങ്ങളിലോ പങ്കെടുത്തിട്ടില്ലാത്ത മന്ത്രിമാരുടെ മുന്നിൽ ആരും മുദ്രാവാക്യങ്ങൾ വിളിക്കരുത്. അവർ ഭയന്നു പോകും. രാഷ്ട്രീയത്തിലെ പരിചയക്കുറവാണ് അതിന് കാരണം. ഒരാൾക്ക് അസുഖം അനുഭവപ്പെട്ട് സ്വന്തം ആശുപത്രിയിലെത്തിയാൽ ആ വ്യക്തി പിന്നെ രോഗിയാണ്. ആ വ്യക്തി പറയുന്ന അസുഖങ്ങൾ ഗൗരവമായി തന്നെ നമ്മൾ എടുക്കണം. അതിന് മന്ത്രിയായാലും മാജിക്കുകാരനായാലും മുഖ്യമന്ത്രിയോ സ്പീക്കറോ പറഞ്ഞിട്ട് വന്നതായാലും. ഒരാൾ പറയുന്ന രോഗാവസ്ഥയെ നമ്മൾ നിസാരമായി കാണരുത്, കളിയാക്കരുത്. മന്ത്രിമാർക്കറിയില്ലെങ്കിലും അവർ നമ്മുടെ കൂടി മന്ത്രിയാണ്. അവരുടെ പാർട്ടിയുടെ മാത്രം മന്ത്രിയല്ല അവർ. അതിനാൽ മന്ത്രിക്ക് നല്ല ശ്രദ്ധ കിട്ടണം. അവർക്ക് അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം. അതിൽ രാഷ്ട്രീയം പാടില്ല. മന്ത്രിയുടെ ചികിത്സ നടക്കുമ്പോഴും ആരോഗ്യരംഗത്തെ പരാജയങ്ങൾക്കെതിരെ നമ്മൾ പ്രതിഷേധിക്കണം. അത് മന്ത്രിക്കെതിരെ വ്യക്തിപരമായ ആക്രമണമാണെന്ന് പറയുന്നത് CPM തന്ത്രമാണ്. നമ്മൾ പ്രതിഷേധിക്കുന്നത് കേരളത്തിലെ ആരോഗ്യരംഗം രക്ഷപ്പെടാനാണ്, ജനങ്ങളെ സഹായിക്കാനാണ്. മന്ത്രിക്ക് സൗഖ്യം നേരുന്നു. NB മന്ത്രി UDF ഓഫീസുകൾ ആക്രമിക്കരുതെന്ന് താങ്കൾ ഇപ്പോൾ പ്രവർത്തിക്കുന്ന പാർട്ടിക്കാരോട് പറയണം. CPM നടത്തുന്ന ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിച്ചാൽ അതിന് മന്ത്രിയായാലും തെറ്റാണ് എന്നാണ് ഈ പോസ്റ്റിൽ പറയുന്നത്. നോക്കുക, ഈ മന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചു KSU എന്ന് പറഞ്ഞ് ഇത്രയും മണിക്കൂറുകളായിട്ടും അതുമായി ബന്ധപ്പെട്ട് ക്ലാരിറ്റി നൽകുന്ന ഒരൊറ്റ വീഡിയോ പോലും പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
വധശ്രമമാണ് നടന്നത്, മന്ത്രിയെ കഴുത്തിനടിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ CPM-ഉം സർക്കാരും പറയുമ്പോഴും അതുമായി ബന്ധപ്പെട്ട ഒരു CCTV ദൃശ്യങ്ങൾ പോലും തെളിവായി ഹാജരാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇതെല്ലാം CPM-നും സർക്കാരിനും തിരിച്ചടിക്കുകയാണ്. മന്ത്രി ഈ ഒരു പ്രതിഷേധത്തിനിടയിൽ അങ്ങോട്ടേക്ക് കയറി ഈ പ്രതിഷേധക്കാരെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ വനിതാ പോലീസുകാർ ഉൾപ്പെടെ മന്ത്രിയെ പിടിക്കുകയും വലിക്കുകയും ഇങ്ങോട്ട് തിരിച്ചു വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ ഇടയിലായിരിക്കാം പരിക്കേറ്റത്. മന്ത്രിക്ക് പരിക്കേറ്റിട്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷേ അത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് KSUക്കാരല്ല ചെയ്തത് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ പരിപാടിയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിലൂടെ CPM തങ്ങളുടെ മന്ത്രിയെ കോൺഗ്രസ്സുകാർ കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ ഒരു ഇരവാദമാണ് ഉന്നയിക്കാൻ പോകുന്നതെങ്കിൽ അത് പ്രബുദ്ധ മലയാള സമൂഹത്തിന് മുന്നിൽ ചെലവാകില്ല, അത്രയേ ഉള്ളൂ. ഇതും തിരിച്ചടിക്കുകയാണ് CPM-ന് എന്ന് തന്നെ വേണം പറയാൻ.